ഭൗതിക ശരീരമായ തിരുസഭയിൽ ദൈവജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കും വിശ്വാസ പരിശീലനത്തിനും ദൈവരാജ്യത്തിൻ്റെ പ്രചരണത്തിനുമായി അന്നത്തെ ഇവരെ സമർപ്പിക്കുന്നു. ഇവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്താപൂർവ്വം നിറവേറ്റുവാൻ അന്ന് സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരു ചെറുകഥയായ നക്ഷത്രങ്ങൾക്കപ്പുറമുള്ള ലോകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് വികാരി അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ കവിനോട് ചോദിക്കുകയായിരുന്നു എന്താണ് ഈ ചെറുകഥയിൽ കഥാസമാഹാരത്തിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കവി പറഞ്ഞൊരു കുട്ടി ഒരു നക്ഷത്ര ലോകത്തിലേക്ക് പോയി തിന്മകളുടെ ശക്തികളൊക്കെ പോരാടുന്ന ഒരു കഥയാണ്. ഞാൻ കഥ വായിച്ചില്ല, എങ്കിലും നമ്മുടെ കുട്ടികൾക്ക് വളരെ പ്രചോദനം നൽകുന്ന കുറേ കാര്യങ്ങളാണ് അതിലെഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ കവിനെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സമയവും കഴിവുകളും എല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കെവിൻ നമുക്കെല്ലാം വലിയ അഭിമാനമാണ്. എൻ്റെ ഇടവകയുടെ നമ്മുടെ കുട്ടികളുടെ മാതാപിതാക്കൾക്കും നമുക്കെല്ലാം വലിയ
അഭിമാനമാണ്. അവരെ കെവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാ ഈ അവസരത്തിൽ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഈ പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്യാനായിട്ട് പോകുന്നു. സ്നേഹബഹുമാനപ്പെട്ട ജോഷി അച്ഛ, പ്രിയപ്പെട്ട ഹെഡ്മിസ്ട്രസ് ജിജി ടീച്ചർ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കെവിൻ്റെ മാതാപിതാക്കളായിട്ടുള്ള വിനേഷ് ജോർജ്, അതുപോലെ തന്നെ ആശ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ സൺഡേ സ്കൂളിനെയും ഇടവകയെയും ഈ നാടിനെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു സമയമാണിത്. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ ഇടവകയിൽ ഒരു പുതിയ എഴുത്തുകാരൻ കൂടി പിറവിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഈ കെവിൻ ഇങ്ങനെ പുസ്തകം ഇറക്കുന്നതിനെ കുറിച്ചൊക്കെ കണ്ടപ്പോൾ കെവിൻ്റെ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞു, കെവിന് നേരത്തോട്ട് ഇങ്ങനെ കുറച്ച് അത് വാങ്ങുക, കെവിനെ പ്രോത്സാഹിപ്പിക്കുക. അടുത്തുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ ഇത് ലഭ്യമാണ്. നമ്മുടെ പുൽപ്പള്ളിയിലെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ പുസ്തകം ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വായിക്കുക. അങ്ങനെ നമ്മൾ കെവിന് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുക. കെവിനെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെയും പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറെ സ്നേഹത്തോടെ മതാധ്യാപകർക്ക് നന്ദി അവസരത്തിൽ പറയുന്നു. നമ്മുടെ ഇടവകയിലേക്ക് പുതുതായി ചാർജ് എടുത്ത സ്മിത സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പൂ കൊടുക്കുന്നതിന് നമ്മുടെ അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? അവധിക്കാലമൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പം സിസ്റ്റർക്ക് ഇവിടുന്ന് മാറ്റം കിട്ടി. 28-ാം തീയതിയാണ് ഞങ്ങളുടെ ലിസ്റ്റ് വന്നത്. അപ്പോൾ പെട്ടെന്നുള്ള മാറ്റമായതുകൊണ്ട് നിങ്ങളോടൊരു യാത്ര പറയാൻ വേറൊരു അവസരം കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഞാൻ വന്നതാണ്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ എല്ലാവർക്കും ബൈ. ഓക്കെ. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോയെ, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ കുട്ടികളും പ്രവേശിക്കുമ്പോൾ എല്ലാ മക്കളെയും പഠനത്തിലേക്ക് ആശീർവദിക്കണം. മക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശീർവദിക്കാം എന്ന് ചെയ്യാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് പഠനോപകരണങ്ങളുമായി കാഴ്ചമർപ്പണം നടത്തുവാൻ എത്തിച്ചേരുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഒരു ബാലം 5 അപ്പവും 2 മീനും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ 5000 പേർക്ക് അത് വീതിച്ച് നൽകി. അതുപോലെ ഈ മക്കൾ തങ്ങളുടെ അധ്വാനത്തിൻ്റെ, തങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ എല്ലാ പ്രതീകമായി ഈ പഠനോപകരണങ്ങൾ അങ്ങേക്ക് നൽകുമ്പോൾ, അങ്ങയുടെ സന്നിധിയിൽ കാഴ്ചമർപ്പണമായി സമർപ്പിക്കപ്പെടുമ്പോൾ ഇത് അനേകം മക്കളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാൻ, അങ്ങയുടെ ആ സ്നേഹവും അനുഗ്രഹവും സ്വന്തമാക്കുവാൻ സ്വീകരിക്കുന്നവരെയും അവനെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.
നമ്മുടെ ഇടവകയിൽ 25 വർഷത്തെ സുദീർഘമായ സേവനത്തിന് കംപ്ലീറ്റ് ചെയ്ത അന്നമ്മ ടീച്ചറിനെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. മൊമന്റോ ഏറ്റുവാങ്ങുന്നതിനായി അന്നമ്മ ടീച്ചറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർ സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളെയാണ് ഇനി ക്ഷണിക്കുന്നത്. അലൈന എൽസ വട്ടമറ്റത്തിൽ ക്യാഷ് പ്രൈസ് നൽകുന്നതിനായി അലൈനയെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻ അലൈന. നിസ കുറ്റിപ്പുഴ, അഭിനന്ദനങ്ങൾ നിസ. കഴിഞ്ഞ വർഷത്തെ +1 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ അല്ല ചിറയത്ത്, മറിയൻ മരിയ സെബാസ്റ്റ്യൻ പൂന്തോട്ടാൽ ഇവരെ ഏറ്റവും സ്നേഹത്തോടെ മൊമന്റോ വാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. മറിയൻ മരിയ സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷം മാനന്തവാടി രൂപത ഏർപ്പെടുത്തിയ മോൺസി ജെ വർക്കിച്ചൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് നേടിയവർ ക്ലാസ് 10 ഡെലീന മുനിയൻ ബാവുകൽ, ജോഷുവ മോളിച്ചാലി. Congratulations, Joshua. മാർ എമ്മാനുവൽ പൊതനാമണിൽ സ്കോളർഷിപ്പിന് അർഹത നേടിയവർ ക്ലാസ് 7 കെവിൻ ജോർജ് വെട്ടുകാട്ടിൽ. Congratulations, കെവിൻ. മാർ എമ്മാനുവൽ പൊതനാമണിൽ സ്കോളർഷിപ്പിന് അർഹതരായ ക്ലാസ് 4 ജ്യോതി തെരേസ് പുന്നോലി മുന്നിൽ, റൊവേന ഗ്രേസ് കൊരട്ടിയിൽ, ഇവാന റോസ് പാണ. Congratulations, Rowena. Ivana Maria Pamela. 10th ക്ലാസ് +2 ക്ലാസ്സുകളിൽ ഫുൾ A+ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ്. 10th ക്ലാസ്സിൽ ഫുൾ A+ നേടിയ അതുല്യ ചാരത്തൊട്ടിയിൽ, ജോഷുവ മോളിച്ചാലി, ജോസ്മിൻ പുലികുത്തിയിൽ, ഇവാന റോയ് കാക്കനാട്, ജോസ്ന റോസ് തെന്നി കീഴേ, ഇവാന റോസ് ഷാജി പേര് വിളിച്ച കുട്ടികൾ മുൻപോട്ട് വന്ന് മൊമന്റോ ഏറ്റുവാങ്ങേണ്ടതാണ്. Congratulations, Joshua. Atulya, congratulations. Congratulations, Ivana. Congratulations, Ivana Roshapji. Congratulations, Josephine. ജോസ്മയുടെ അനിയത്തി പരീക്ഷയിൽ ഫുൾ A+ നേടിയ സാനിയ ജോഷി വള്ളിക്കാട്ട് പറമ്പിൽ, റെയ്ന ശോരാജ് കന്നയ്ക്കാപ്പള്ളി. Congratulations, റെയ്ന. ദേശീയ പഞ്ചഗുസ്തി ഗോൾഡ് മെഡൽ നേടിയ എലൈൻ ആൻഡ് നവീൻ കാഞ്ഞുകാരൻ, അർണോൾ ബിജു പേരപ്പറമ്പ്. ഈ കുട്ടികൾ മുൻപോട്ട് കയറി വന്ന് മൊമന്റോ സ്വീകരിക്കേണ്ടതാണ്. എലൈൻ ആൻഡ് നവീൻ കാഞ്ഞുകാരൻ, അർണോൾ ബിജു പേരപ്പറമ്പ്. ചെയ്ത കൊച്ചുകുട്ടികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. എല്ലാവരും അവർക്ക് ഒരു കൈയ്യടി കൊടുത്തേ. ഈ മത്സരത്തിൽ 1ാം സമ്മാനത്തിന് അർഹനായത് ഏബൽ സിജോ വട്ടമുണ്ടൻ. ഏബൽ സിജോ. അനബൽ മരിയ ചോബി വെട്ടിപ്പള്ളി. അവിടെ വെച്ചു. നിവ പന്തിരത്തിൽ. നോവൽ സെബാസ്റ്റ്യൻ കരിപ്പുഴ. നോവൽ സെബാസ്റ്റ്യൻ. ഇല്ല, ഇതിനോട് ചേർന്ന് വാങ്ങിക്കും. ചെല്ലില്ല, അച്ഛൻ്റെ അടുത്തേക്കില്ല. കുട്ടികളെല്ലാവരും നല്ലൊരു കയ്യൊക്കെ നൽകിയിട്ട്
ബൈബിൾ നഴ്സറി ക്ലാസ് 1 പ്രവേശനോത്സവ ചടങ്ങുകളാണ് നടക്കുന്നത്. ബൈബിൾ നഴ്സറി ഒന്നാം ക്ലാസ്സിലെ മക്കളെയും ബിനിഷ മിസ്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തിരുഹൃദയ